ചേലക്കരയിൽ നിന്ന് MLA ആയി, മന്ത്രിയായി, ഇപ്പോൾ ഇവിടുന്ന് തന്നെ സ്പീക്കറുമായി. ചേലക്കരയെക്കുറിച്ചുള്ളൊരു ഓർമ്മകൾ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ ജീവിതത്തിൽ? ചേലക്കരയിൽ പിന്നെ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ ഞാൻ തൊണ്ണൂറ് UP സ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്ന് ആ സ്കൂളിലെ ലീഡറായിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. പിന്നെ ചേലക്കര SMTHSലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പിന്നെ ശ്രീ വ്യാസ NSS കോളേജിലാണ് പ്രീ ഡിഗ്രി, ശ്രീ കേരളൂമ കോളേജിലാണ് ഡിഗ്രി. അതൊക്കെ ആണെങ്കിലും ചേലക്കരയിലാണ് എൻ്റെ പ്രവർത്തന മേഖല ഉണ്ടായിരുന്നത്. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സാമൂഹിക പ്രവർത്തനത്തിൽ സ്കൂൾ ലീഡർ അന്ന് സ്കൂളിലെ ക്യാമ്പസിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അല്ല, സ്കൂളിൽ ഇവിടെ രാഷ്ട്രീയമില്ലായിരുന്നു. UP സ്കൂളിൽ രാഷ്ട്രീയമില്ല സാധാരണ. നന്നായി പ്രസംഗിക്കുമായിരുന്നു? ഇല്ല, പ്രസംഗം അന്ന് വളരെ കുറവാണ്. ഇപ്പോഴും അതെ, ഇപ്പോഴും കുറവാണ്, അന്നും കുറവാണ്. പ്രസംഗത്തിൽ വലിയ അന്നും എനിക്ക് ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതല്ലേ, അതെ, പ്രസംഗം കുറവായിരുന്നു എനിക്ക്. അതിപ്പോഴും അതെന്നാണ് തോന്നുന്നത്. അന്ന് പക്ഷേ സ്കൂൾ ലീഡറിന് ആയപ്പോൾ, സ്കൂൾ ലീഡറായിട്ട് സെലക്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അത്? ഞാൻ 3ാം ക്ലാസ് തൊട്ട് ക്ലാസ് ലീഡറായിരുന്നു. 3, 4, 5, 6 പോപ്പുലർ ആയിട്ടുണ്ടാവണം. അപ്പോൾ 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ സ്കൂൾ ലീഡറായി സ്കൂളിൽ. പിന്നെ SMT എന്ന് കഴിഞ്ഞപ്പോൾ SFI യൂണിറ്റ് ഭാരവാഹിയായി. പിന്നെ അങ്ങനെ SFIയിലേക്ക് മാറാനുള്ളൊരു SFIയിലേക്ക് ചേരാനുള്ളൊരു SFI ചേരാൻ കുടുംബ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാർ ഈ കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ SFIയിലേക്ക് സ്വാഭാവികമായിട്ടും ചേരുക അങ്ങനെയാണ്. അങ്ങനെ അവിടെ സ്കൂൾ ലീഡറായി. പിന്നെ കേരളോർമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ, അത് പിന്നെ അവിടെയാണ് തട്ടകം. അവിടെ നമ്മൾ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ആദ്യമേ തന്നെ MLA ആകും മന്ത്രിയാകും ചെയ്യുന്നൊരു വലിയ, അതെ, അത് ഞാൻ പിന്നെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ കൗൺസിൽ എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ആദ്യമായി വന്നത്. അപ്പോൾ ജില്ലാ കൗൺസിൽ ആദ്യമായിട്ട് വള്ളത്തോർ നഗർ ഡിവിഷൻ ജയിച്ച് അന്ന് അങ്ങനെ ആദ്യം ജില്ലാ കൗൺസിൽ പറയാം. അതിനുശേഷം 96ലാണ് നിയമസഭയിലേക്ക്. 2300 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് അന്ന് ജയിച്ചത്. 2323. അന്ന് ഈ പിന്നെ 23. അപ്പോൾ അതുകൊണ്ട് അത് അത്ര ഓർത്തിരിക്കുന്നു. ഞാൻ ഈ തോന്നൂർക്കര നാട്ടുകാരി ആയതുകൊണ്ട് എനിക്കറിയാം, ഇങ്ങനെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. ഇപ്പോൾ ഒരു വോട്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ വോട്ടായിരിക്കും മിക്കവാറും എന്ന് പറയും. പാർട്ടി വോട്ടല്ല കൂടുതൽ കിട്ടാറ്. അല്ല, പാർട്ടി വോട്ട് കിട്ടില്ല എന്നല്ല, അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്താനായിട്ട് എങ്ങനെയായിരുന്നു അത്? ഞാൻ പിന്നെ എല്ലാ ആളുകളിലും എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാറില്ല. അവിടെ ഒന്നും കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല, പണ്ടുമില്ല ഇപ്പോഴുമില്ല എന്നുമില്ല. പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങളിൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എപ്പോഴും ചെയ്യും. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഇവിടെ വികസന പ്രവർത്തനത്തിൽ ആ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ മറ്റുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അത്ര വലിയ ചിലപ്പോൾ പറയും, എന്ത് ചെയ്താലും കുറ്റം പറയുക ആളുകൾ. അതായത് ഞാനത് മുന്നേ തന്നെ പറഞ്ഞിട്ട് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, ഞാനതിൽ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം പറയുമല്ലോ നമ്മുടെ നാട്ടിൽ. അത് പറയും. അതുകൊണ്ട് അത് ഞാൻ മുൻകൂട്ടി തന്നെ മനസ്സ് അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് നല്ല കാര്യം ചെയ്താലും ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകൾ കുറ്റം പറയും. അത് അതിൻ്റെ മനുഷ്യ, അതിപ്പോൾ എത്ര നന്നായിട്ട് സദ്യ കൊടുത്താലും പറയും പഴത്തിനൊരു നനയും കൂടി ആവായിരുന്നു. കറക്റ്റ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു വലിയ പ്രശ്നം കേട്ടതല്ല, ഈ പുലിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ എസ്റ്റേറ്റിലൊരു പുലി വന്ന് ഈ മറ്റ് പന്നീനെയൊക്കെ പിടിക്കാൻ വെച്ച കുടുക്കിൽ വന്ന് പെട്ടതാണ്. അപ്പോൾ പുലി അങ്ങനെ പോയി, കുടുക്കും പറിച്ച്. അപ്പം എൻ്റെ വിചാരം പുലി പോയെന്ന് വിചാരിച്ച ആൾക്കാരെല്ലാം തിരിച്ചു പോന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാനൊരു രാവിലെ ഞാൻ ഇത് അറിഞ്ഞ ഉടനെ രാവിലെ ഞാൻ വീട്ടിൽ വന്ന് ഒരു 6:30 വിവരം അറിഞ്ഞു. ഇത് പറക്കാട്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് കളക്ടർക്കും SP-ക്കും DFനോടൊക്കെ പറഞ്ഞു. അവർ ചെയ്തോളും വിചാരിച്ച് ഞാൻ ഒരു ആദിവാസി പ്രദേശമുണ്ട് നമ്മുടെ കളപ്പാറ, അവിടെ റബ്ബർ തൈ, അവിടെ നമ്മൾ റബ്ബർ ഒരു പ്രാവശ്യം കൊടുത്തു. പക്ഷേ അതെല്ലാം കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെന്ന് വെച്ചാൽ ഫെൻസിങ് നടത്തിയതിന് ശേഷമാണ് റബ്ബർ തൈ. അപ്പോൾ റബ്ബർ തൈ നട്ടെല്ലാം ഒക്കെ ആയിട്ട് രാവിലെ ഞാൻ അവിടെ പോയി കൂടി. അപ്പോൾ 12:30 ആയപ്പോഴാണ് ഞാൻ അവിടെ വന്നത്. അപ്പോഴും പുലിയെ കൊണ്ടുപോയി കാണുമെന്ന് വിചാരിച്ചത്. കാരണം കുടുക്കിൽ പെട്ട് കിടക്കുന്ന പുലിയെ പിടിക്കാൻ എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഞാൻ ചേലക്കര വന്നു കഴിഞ്ഞാൽ പറഞ്ഞു പുലി ഓടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുടുക്കോട് കൂടിയാണെങ്കിൽ പുലി അധികം ദൂരം പോകാൻ സാധ്യതയില്ല. അങ്ങനെ ഞങ്ങൾ പോയി നോക്കി കഴിഞ്ഞപ്പോൾ പുലി വേറൊരു വേലിയിൽ പോയി കുടുക്കിൽ പെട്ട് കിടക്കുക. അങ്ങനെ അവിടുന്ന്, പക്ഷേ അത് വെടിവെക്കാതെ പിടിക്കാമായിരുന്നു, പിടിക്കേണ്ടതായിരുന്നു. അല്ല, വെടിവെക്കാതെ പിടിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ അപര്യാപ്തതയാണ് അവിടെ കണ്ടത്. അല്ലെങ്കിൽ 5-6 മണിക്കൂർ നേരം പുലി നമ്മുടെ മുമ്പിൽ കടന്നിട്ട് അതിന് ജീവനോട് പിടിക്കാൻ പറ്റിയില്ല.
പക്ഷേ അവസാനം വെടിവെക്കേണ്ടി വന്നു. വെടിവെച്ചില്ലായിരുന്നെങ്കിൽ ഒരാളെ കൊല്ലുമായിരുന്നു. കൊല്ലുമായിരുന്നു. അതെ. അത് ഈ സെഡേഷന് വേണ്ടിയിട്ടുള്ള സിറിഞ്ച് ഒരു വടിയിൽ കുത്തിയിട്ട് പുലിയുടെ ദേഹത്തേക്ക് കുത്തണം. അപ്പോൾ പുലി ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കയറില്ല, മരുന്ന് കയറില്ല. അവർ വിചാരിച്ചെന്ന് വെച്ചാൽ പുലി മയങ്ങിയെന്നാണ്. പക്ഷേ മയങ്ങില്ലായിരുന്നു. പുലി നേരെ ഇവിടെ ബാക്കിൽ പിടിച്ചു. ഒരു ചെറിയ ഭാഗ്യത്തിനാണ്. ഇതേപോലെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പുലി ജമ്പ് ചെയ്ത് വന്ന് ഇയാളെ തിരിയിലും ബാക്കിൽ പിടിച്ചു. ഉടൻ തന്നെ ഷൂട്ട് ചെയ്തു. അങ്ങനെ അല്ലെങ്കിൽ ഇയാളെ കൊല്ലുമായിരുന്നു. അങ്ങനെ പുലി അങ്ങനെയാണ്. അപ്പോൾ അതാണ് പുലി പിടുത്തത്തിൽ. അത് പേപ്പറിൽ ഇങ്ങനെ എന്താ പറയുക, ഫ്രണ്ട് പേജിൽ വായിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു രണ്ട് അഭിപ്രായം അല്ലേ? അത് വെടിവെച്ച് കൊല്ലാൻ പാടില്ലല്ലോ. അതെ. ഞാൻ അത് വന്യമൃഗങ്ങളെ കൊല്ലുന്നത് ശിക്ഷാർഹമാണല്ലോ. അതെ. ഇവിടെ ചെറുപ്പകാലത്തിനെ കുറിച്ച് കൂടുതൽ എന്തൊക്കെയാ ഓർമ്മ? ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛനും അമ്മയും തേയിലത്തോട്ടം തൊഴിലാളികളായിരുന്നു. ഇടുക്കിയിൽ പുള്ളിക്കാരൻ എന്ന് പറയും. അവിടെയായിരുന്നു? അല്ല, അച്ഛൻ്റെ നാട് തന്നെ. അച്ഛൻ ചെറുപ്പത്തിൽ ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലന്വേഷിച്ച് അന്ന് ഇവിടുന്ന് ആളുകളൊക്കെ ഈ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അച്ഛൻ ചെറുപ്പത്തിൽ ഇവിടുന്ന് പോയി അവിടെ ചെന്ന് അവിടെ നിന്ന് അമ്മയെ കല്യാണം കഴിച്ച് ഞങ്ങൾ ഇവിടെ പഠിച്ചത് 1ാം ക്ലാസ്. നിങ്ങൾ എത്ര പേരായിരുന്നു? ഞങ്ങൾ 8 മക്കൾ. 8 മക്കൾ, രണ്ടാമത്തെ ആളാണ് ഞാൻ. 4 ആണും 4 പെണ്ണും. അപ്പോൾ ചെറുപ്പം മുതൽക്ക് ഇവിടെ പഠിച്ചത് അച്ഛമ്മയുടെ കൂടെ. അച്ഛമ്മയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ആയിരുന്നു ജോലി. അപ്പോൾ ചെറുപ്പത്തിൽ ഇവിടെ ഒരു വെക്കേഷൻ ടൈമിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അത് അപ്പോൾ അന്നത്തെ ഒരു ചേലക്കരയിൽ അന്ന് തോന്നൂർക്കട് എന്തൊക്കെയായിരുന്നു ഓർമ്മ? അന്നത്തെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു നാടായിരുന്നു. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് തോന്നൂർക്കര. ഇവിടെ ഓർമ്മിക്കാവുന്ന ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ ഈ തലമപ്പന്ത് കളി ഓണമായി കഴിഞ്ഞാൽ പിന്നെ ഈ തലമപ്പന്ത് കളി ഒരു പ്രധാന. അതെല്ലാവരും ഓരോ ഓണത്തിന്റെ കളികളൊന്നും ഈ കേരളത്തിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല. ഈ കാളവരവൊക്കെ ഇല്ലേ ഓണത്തിനുള്ളതൊക്കെ? അത് ഓണത്തിന് തലമപ്പന്ത് കളി അതിപ്പോഴും ഉണ്ട്. അത് കാണാൻ പ്രധാനം. അന്ന് ഇവിടെയൊക്കെ പറമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ എല്ലാം ഒരുപാട് സ്ഥലങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് വെച്ചാൽ നരിമട പറമ്പ്, അപ്പുറത്ത് വളച്ചെട്ടി, പെടാളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പറമ്പുകളുണ്ടായിരുന്നു ഇവിടെ. ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ എല്ലാം അടച്ചു കെട്ടി റബ്ബർ വെച്ച് മരങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ കളിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊക്കെ അന്ന് ജാതിയുടെ അവശിഷ്ടങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ കാലത്ത്? അത് ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഒരു ഇത്. എന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹവും. ഞങ്ങൾ ചെറുപ്പത്തിലെ നല്ല ഒരു അങ്ങനെ ജാതീയമായിട്ടുള്ള ഒരു വിവേചനം ഉണ്ടായിരുന്നതല്ല, ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്നു. പിന്നെ ഈ സ്കൂളിലേക്കൊക്കെ പോക്ക് എന്ന് പറയുന്ന ഒരു രസമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോവുക. ചേലക്കരയ്ക്ക് നടന്ന, ഇന്നത്തെ പോലെ ബസ്സോ സൗകര്യമൊന്നുമില്ല, നടന്നു പോകാം. അതിൻ്റെ ഇടയിൽ പിന്നെ പാറപ്പുറത്ത് കുറച്ച് നിൽക്കും, മാങ്ങ പൊട്ടിക്കൽ, അങ്ങനെ ഒരുപാട് പേരക്കായ കട്ടുപറിക്കൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. അതിൻ്റെ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാവും. രണ്ട് കരകൾ തമ്മിൽ. അന്ന് ഈ KSUSFI അടിപിടി ഉണ്ടായിരുന്നു. KSUSFIക്കാരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു 2 ദേശങ്ങൾ തമ്മിലുള്ള ചില അത് ഞങ്ങൾ തോട്ടേക്കോടും ചിലപ്പോൾ കിഴക്കുമുറിയായിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറ്റുമുറി അങ്ങനെയൊക്കെയുള്ള വരുന്ന വഴിയിൽ എന്തെങ്കിലും വഴക്കാവും. പിന്നെ 2 ദേശക്കാരായിട്ട് തിരിയും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇല്ല ചെറിയ അത് അങ്ങനെയൊക്കെയുള്ള. പിന്നെ SFI കേസ് അത്ര വലിയ സംഘർഷം അന്നുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ അവസാനത്തെ അത്ര വലിയൊരു സംഘർഷം ഉണ്ടായിരുന്നില്ല അസംബ്ലിയിൽ ഞങ്ങളുടെ കാലത്ത്. ഇടയ്ക്ക് ചെറിയ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? കൂടുതൽ പോലീസിൻ്റെ കിട്ടിയില്ല. അത് സമരസമയത്താണ്.